നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് രവീന്ദ്രനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് മധുസൂദന്. ആ സമയത്ത് മധുസൂദൻ രവീന്ദ്രനോട് പറഞ്ഞു, അതെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് രവീന്ദ്രൻ മധുസൂദനെ യാത്ര അയക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മധുസൂദനൻ പറഞ്ഞു, അതേ നമുക്കൊന്ന് കൂടണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, കൂടാനോ? അതേന്നേ, ആലപ്പുഴ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ദിവസം അവിടേക്ക് പോവാം, അവിടെ പോയി നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. ദേ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണ്ടേ, എപ്പോഴും ഈ വീടും അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഇടയ്ക്ക് പുറത്തൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യണം രവീന്ദ്ര, അപ്പോഴാണ് നമ്മുടെ മൈൻഡിനൊക്കെ ഒരു റിലാക്സ് ആകുന്നതെന്ന് പറഞ്ഞു. റിട്ടയർമെന്റ് ലൈഫ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് വന്ന് സച്ചി പറഞ്ഞു, അതെ നിങ്ങൾ കൂടുതലൊന്നും പറയാമെന്നും വേണ്ട, നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്റെ അച്ഛനെ ആലപ്പുഴ കായലിൽ കൊണ്ടുപോയി കൊല്ലാനാ നിങ്ങളുടെ ഉദ്ദേശം അല്ലേന്ന് ചോദിച്ചു. കൊല്ലാനോ? അതെ, എന്റെ അച്ഛൻ മദ്യപിക്കില്ല, നിങ്ങൾ മദ്യപിച്ചിട്ട് നിങ്ങൾ എന്റെ അച്ഛനെ ആ കായലിൽ മുക്കി കൊല്ലാനല്ലേ, അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മധുസൂദൻ പറഞ്ഞു, എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാൻ അത്ര ക്രൂരനാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? ഒരിക്കലും ഞാൻ അങ്ങനെ ക്രൂരനൊന്നുമല്ല, എനിക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല. മുമ്പ് ഞാൻ പലതും കാണിച്ചിട്ടും അതുപോലെ തന്നെ പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ മനസ്സ് മാറാനായിട്ട് ഒരു നിമിഷം മതി. അതെ അതെ, കൂടുതൽ നിങ്ങൾ വാചകം അടിക്കണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. നിങ്ങൾ വന്നപ്പം തൊട്ട് കുറച്ച് സുഖപ്പീരും കാര്യങ്ങളും തുടങ്ങിയതാ, എന്തോ ദുരിതാശം ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, അല്ലാതെ നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ പറയത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു, സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കുക, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ കയ്യിലേക്ക് പിടിച്ചു. ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, നിങ്ങൾ മര്യാദയ്ക്ക് പോകാൻ നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ അയാളെ സൂക്ഷിക്കണം, ശത്രുക്കൾ പെട്ടെന്ന് അടുത്ത് വരുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ഒരു ഉദ്ദേശലക്ഷ്യമുണ്ട്, അതുപോലെ എന്തോ ഒരു ലക്ഷ്യമായിട്ട് അയാൾ വന്നിരിക്കുന്നേ, മിക്കവാറും അച്ഛനെ കൊല്ലാനാന്ന് തോന്നേ. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു അയാൾക്ക് നല്ല മാറ്റം ഉണ്ടെന്നാ. മനുഷ്യന്റെ കാര്യമല്ല സച്ചി, അതൊന്നും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് അച്ഛാ, ഞാൻ എന്താണെങ്കിലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പോരാത്തേനും വർഷയുടെ അച്ഛനും കൂടെ അല്ലേ, അയാൾ ചെയ്ത ദ്രോഹം നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അയാൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്താൽ വന്നിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നേ. കണ്ടു, കുറച്ച് കഴിയുമ്പോഴത്തേനും അച്ഛന് വ്യക്തമായിട്ട് മനസ്സിലാവുമെന്ന് പറഞ്ഞു. പക്ഷെ മധുസൂദന്റെ അത് ഒരു പ്ലാനിങ് ആണോ അല്ലയോ അന്നും രവീന്ദ്രൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പ്ലാനിങ് ആണ്, ഇങ്ങനെയൊക്കെ വന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒരു പക്ഷെ മോള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ചിലപ്പോൾ ഉണ്ടായ മാറ്റമാണോന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു രവീന്ദ്രന്റെ മനസ്സിൽ. ഈ സമയത്ത് ഭാമ ഭയങ്കര സന്തോഷത്തോടു കൂടി കുറെ സീഡ്സ് ഒക്കെ പോയി വാങ്ങി. സീഡ്സ് ഒക്കെ വാങ്ങി നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരിക. കാരണം ശ്രുതി പ്രഗ്നന്റ് ആണ്, ആ കാര്യങ്ങളും ഒന്ന് പറയണം. ഈ സമയത്ത് ചന്ദ്രമതി രവീന്ദ്രനും ശ്രുതിയും കൂടെ സംസാരിച്ചിരിക്കുമ്പോഴത്തേനുമാണ് ഭാമയുടെ വരവ്. ഭാമ അങ്ങനെ സന്തോഷത്തോടെ അങ്ങോട്ട് വരുമ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താ ഭാമേ പതിവില് വിരിയതായിട്ട് കുറച്ച് സീറ്റ് ബോക്സ് ഒക്കെ ആയിട്ട്? അതെ, എല്ലാവരും ഇതിനകത്ത് സീറ്റ്സ് എടുക്കാൻ പറഞ്ഞിട്ട് ലഡു ഒക്കെ അങ്ങനെ വിതരണം ചെയ്യുവാണ്. അപ്പോഴേക്ക് ശ്രുതി ചോദിച്ചു, എന്താ ഭാമാൻറ്റി, എന്തേലും വിശേഷം ഉണ്ടോന്ന് ചോദിച്ചു. പിന്നെ ഉണ്ടോതോ, അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി സീറ്റ്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. പിന്നീട് ചന്ദ്രമതിയോട് പറഞ്ഞു, ചന്ദ്രമതി നീ വീണ്ടും ഒരു അമ്മൂമ്മയാവാൻ പോകുന്നെന്ന് പറഞ്ഞു. അതെനിക്ക് അറിയാവുന്ന കാര്യ, വർഷ പ്രഗ്നന്റാ, അതിനാണോ നീ സീറ്റ്സ് വാങ്ങിക്കൊണ്ട് വന്നേ? അയ്യോ അല്ല ചന്ദ്രേ, ശ്രുതി ഒരു അച്ഛനാവാൻ പോവാന്ന് പറഞ്ഞു. ശ്രുതി അച്ഛനാവാനായിട്ടോ? പെട്ടെന്ന് ശ്രുതി ചാടി എഴുന്നേറ്റ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രനും ചന്ദ്രമതിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, നീ എന്താ ഭാമയെ പറയണമെന്ന് ചോദിച്ചു. ഞാൻ സത്യ പറയണേ, ശ്രുതി പ്രഗ്നന്റാ, അവള് ഒരമ്മയാൻ പോവാ, അതുപോലെ തന്നെ ശ്രുതി ഒരു അച്ഛനാകാനും. അല്ല നിന്നോട് ധാരാ പറഞ്ഞേ? അതെ, എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ശ്രുതിയും മീരയും കൂടെ, അപ്പോഴേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞേ, മീര എന്നോട് പറഞ്ഞത്. അല്ല എന്നിട്ട് ഇത്ര നാളും എന്താ അവളിത് പറയാതിരുന്നേ? അത് പിന്നെ ശ്രുതി അവളെ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ നീ പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ട് അവൾ ആ ഭയത്തിലായിരുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞിനെ കളയുമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നേ. ആ കുഞ്ഞിനെ വേണ്ടാന്ന്, കാരണം അവള് പിന്നെ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തും? അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ഞെട്ടലായി. താൻ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്ന ഒരു കുഞ്ഞ്, അപ്പൊ ആ കുഞ്ഞാണ്. അത് മാത്രമല്ല, അച്ഛമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുടുംബത്തിൽ ആദ്യം പിറക്കാൻ പോകുന്ന കുഞ്ഞിന് താൻ കുറെ സ്വത്തുവകകളൊക്കെ കൊടുക്കൂന്ന്. അപ്പോഴേക്കും ശ്രുതി ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല ശ്രുതി വേറെന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറയാനായിട്ട്, പാവം അവൾക്ക് നല്ല സങ്കടമുണ്ട്, അവൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞോണ്ട് അത് പറഞ്ഞത്.
ആരോടും ഇതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആൻറ്റി. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷെ വേറൊരു നിവൃത്തിയില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? ഞാനും ഒരമ്മയാ, എനിക്ക് അവളുടെ വേദന മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അതെ, ഞാൻ പോയി അവളെ വിളിച്ചോണ്ടിരാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു, എങ്ങോട്ട് പോകാനായിട്ട്? അല്ല, അവളെ വിളിക്കാനായിട്ട്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ വിളിച്ചോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അമ്മ അമ്മ എന്താ അമ്മ പറയണേ? അവൾ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ കുഞ്ഞിനെ വയറ്റി പേറുന്നവളല്ലേ. അവൾ പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് എനിക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ നിന്റെ മനസ്സിലിരിപ്പ്. എടാ സുധി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എങ്ങാനും നീ അവളെ പോയി വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചന്ദ്രമതി വീട്ടിലുണ്ടാകത്തില്ല. ചന്ദ്രമതി ഈ വീടിന്റെ പടിയിറങ്ങും. അമ്മ എന്താ പറയണേ? അതെ, അവൾ ഈ വീട്ടിലേക്ക് വരുന്ന നിമിഷം ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങും. ഒരു നിമിഷം സുധിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. സുധിയാണ് സങ്കടപ്പെട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി മുറിയിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, എന്താ ചന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, നീ കൂടുതൽ ഇതിനകത്ത് ഇടപെടണ്ട. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. നിനക്ക് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്നതല്ലേ. അവൾ ഇത് നാടകം കളിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഇതല്ല, ഇതിലപ്പുറം ചിലപ്പോൾ അവൾ നാടകം കളിക്കും. എൻ്റെ ചന്ദ്രേ, എന്താണെങ്കിലും അവൾ ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്നൊക്കെ കള്ളത്തരം പറയുമോ? പിന്നെ അവൾ അതല്ല, അതിലപ്പുറം പറയും. സ്വന്തം അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് നടന്നവളാ, എന്നിട്ടാണോ അവൾ പ്രഗ്നന്റ് ആണെന്ന്? ഒന്ന് പൊക്കിയ അവിടെ നിന്ന് പറഞ്ഞു. എന്താണെങ്കിലും അവൾ ഗർഭിണിയാണെങ്കിൽ പോലും അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ഭാമ രവീന്ദ്രനോട് പറഞ്ഞു, രവിയേട്ടാ, എങ്ങനെയെങ്കിലും ചന്ദ്രയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്നോട് ദേഷ്യം തോന്നത്തുള്ളൂ, നിങ്ങൾ തന്നെ അവളോട് പറയണമെന്ന് പറഞ്ഞിട്ട് ഭാമ പോയത്. പിന്നീട് രവീന്ദ്രൻ മുറിയിലേക്ക് എന്നു. ചന്ദ്രമതി ഉപദേശിക്കുകയാണ്, ചന്ദ്രേ, നിന്റെ മകന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റി വളരുന്നേ. അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ജീവനല്ലേ പോന്നേ. നിന്നിന്റെ വാശിയും വൈരാഗ്യമൊക്കെ കള. എന്നിട്ട് അവനോട് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറ. ദേ, വേണേ ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. ദേ രവിയേട്ടാ, ഈ ബോധ്യം അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി, കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടു. രവീന്ദ്രനാണ് സങ്കടവും ദേഷ്യം വന്നു. രവീന്ദ്രൻ പിന്നീട് സുധീരെടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ മോനെ, നിന്റെ ഭാര്യയും കുട്ടിയുവാ, അപ്പൊ നീ വേണം തീരുമാനം എടുക്കാനായിട്ട്. നിന്റെ അമ്മയുടെ വാക്ക് കേട്ടിട്ട് നീ ഇനി ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലേ നിന്റെ ജീവിതം തകർന്നു പോകുന്നേ. അപ്പൊ രവീന്ദ്രനെ അറിയത്തില്ല ശ്രുതിയുടെ കള്ളത്തരമാന്നുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ശ്രുതി ആകപ്പാടെ ഒരു ചുഴിയിൽപ്പെട്ട അവസ്ഥയായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ചുഴിക്കകത്ത് കിടന്ന് ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുക, കര കയറാനും പറ്റുന്നില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. ആ സമയത്ത് ഭാമ ശ്രുതിയെ വിളിച്ചു. ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്, ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചന്ദ്രമതി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാനായിട്ട്. അല്ല ആന്റി പറഞ്ഞു, പക്ഷെ ചന്ദ്രമതി അടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറയണേ, നീ അവിടെ വേണ്ടാന്നാ പറയണേ. നിന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെ എന്ത് വെള്ളം ചെയ്തോട്ടെ എന്നൊക്കെ അവള് പറയണത്. ശ്രുതിയുടെ കാര്യം ഓർക്കുമ്പോഴേ കഷ്ടം. പാവം, അവന് നല്ല വിഷമമുണ്ട്. അവൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആന്റി, എനിക്കാണെങ്കിൽ ശ്രുതിയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്, ശ്രുതി ഒന്ന് കാണണമെന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം, നീയും കൂടെ വാ, നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. അതിനു മുമ്പ് അവിവേകം ഒന്നും കാണിക്കരുത്. ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയൊന്നും മനസ്സിൽ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ആന്റി ശരിക്കും എനിക്കിപ്പോൾ അമ്മയെ പോലെയാ. എനിക്ക് എൻ്റെ അമ്മയില്ലാതെ പോയി. ആ സ്ഥാനത്ത് ആന്റി ഇപ്പം ഇങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സെന്റി അടിക്കുന്നുണ്ട്. കുറേ അങ്ങോട്ട് സോപ്പിട്ട് പതപ്പിക്കുവാണ് ഭാമ എന്താണെങ്കിലും അതിനകത്ത് വീണു. രണ്ടുപേരെയും കൂടെ ശ്രുതിയേയും കൂടെ ഒന്നിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഭാമ. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.